അപ്പോൾ അന്ന് നമ്മൾ കയറുതല ഇങ്ങനെ വെട്ടി വെച്ചാൽ മതി, വേനൽക്കാലത്താണെങ്കിൽ ഇതുപോലെ അതിൻ്റെ തലപ്പ് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് വീഡിയോ ചെയ്ത ആ തൈകളൊക്കെ നല്ല രീതിയിൽ കയറുതലായിട്ട് പിടിച്ച്, ചിലത് തിരികളൊക്കെ വന്ന്, പിന്നെ ചിലത് അന്നുണ്ടായിരുന്ന കുരുമുളക് പോലും കൊഴിഞ്ഞു പോയിട്ടില്ല, നല്ല രീതിയിൽ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ വേനൽക്കാലത്ത് ഇപ്പോൾ ഡയറക്റ്റായിട്ട് വെട്ടി വെച്ചാണത്, നമ്മൾ വേര് പിടിക്കാൻ പൊതിഞ്ഞ് വെട്ടിയതല്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അന്നത്തെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്, പിന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് വിടാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ലിങ്കൊക്കെ കണ്ടിട്ട് അതുപോലൊക്കെ ചെയ്യാം. അപ്പോൾ കുരുമുളക് കൃഷിയൊക്കെ ആരെങ്കിലും ചെയ്യാനും തോട്ടങ്ങൾ വികസിപ്പിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലുള്ള സാധാ വള്ളികൾ നട്ട് നമ്മുടെ സമയം കളയണ്ട. അതിലും ഏറ്റവും നല്ലത് ഇതുപോലുള്ള കീറുതലകൾ വാങ്ങിയിട്ട് നട്ടാൽ മതി. എന്നാൽ നമുക്ക് കൂടുതൽ സമയം കാത്തിരിക്കാതെ തന്നെ അതിൻ്റെ വിളവൊക്കെ എടുത്ത് തുടങ്ങാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കയറുതല വെച്ചാൽ എന്താ ഗുണം എന്നുള്ളത് നമുക്ക് പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. കാരണം നമ്മൾ കയറുതല മരത്തിൽ പിടിപ്പിച്ചാൽ അടുത്ത വർഷം കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് വിളകളെടുക്കാം. അതാണ് കയറുതലിൻ്റെ പ്രാധാന്യം. കുറേ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെയുള്ള കയറുതല നമ്മൾ ഒരു 3 മാസം മുമ്പേ വെച്ചതാണ്. ഇതും നമ്മൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ആ വെക്കുമ്പോൾ എത്ര വലിപ്പമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ കയറുതലയാണിപ്പോൾ നല്ല രീതിയിൽ കണ്ണികുത്തി അടുത്ത വർഷം കായ്ക്കുന്ന രീതിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള തൈകളാണ് നമ്മളിവിടെ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതൊക്കെ കുഞ്ഞു കയറുതലകളായിരുന്നു, നന്നായിട്ട് വളർന്ന് പൊട്ടിച്ചലിച്ച് വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തൈകളൊക്കെ കുറേശ്ശൊക്കെ അവൈലബിൾ ആണ്, ആവശ്യക്കാർക്ക് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ള തൈകൾ വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞതാണ്. നമ്മൾ പല വീഡിയോകളായിട്ട് നിങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്, എന്നാലും ഇതിൻ്റെ കൂടെ ഒന്ന് പറയുന്നെന്ന് മാത്രം. ഇതൊക്കെ അതുപോലുള്ള കീറുതലകൾ വെച്ച് 2 വർഷമൊക്കെ ആയതാണ്. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, അടിയിൽ തന്നെ കണ്ണി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുരുമുളക് കൃഷിയൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ സാധാ തല കൊണ്ടുപോയിട്ട് സമയം കളയരുത്. അപ്പോൾ ഇതുപോലുള്ള കയറുതല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം 2 വർഷം കൊണ്ട് ഇതേപോലെയൊക്കെ നന്നായിട്ട് വളർന്ന് നല്ല രീതിയിൽ നമ്മുടെ തോട്ടങ്ങളൊക്കെ വളർന്ന് റെഡിയാവും. പിന്നെ നമുക്ക് കൂടുതൽ കാത്തിരിക്കാതെ കുരുമുളകൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്തായാലും നമ്മൾ കൂടുതൽ കാത്തിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ മടുപ്പൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ ദിവസം തോറും ഇതിങ്ങനെ വളർന്ന് കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാവും. ഇങ്ങനെ പെട്ടെന്ന് വളർന്ന് കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കയറുതലകളാണ് നമ്മൾ വെക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ തോട്ടങ്ങളൊക്കെ ഈ കാണുന്നതൊക്കെ നമ്മൾ വികസിപ്പിച്ചെടുത്തത്. അത് നമ്മൾ പല വീഡിയോയിൽ മുമ്പും പല സമയത്തും പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളത് വീണ്ടും കാണിച്ചും പറഞ്ഞും നിങ്ങളെ താല്പര്യമാക്കാനും പിന്നെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ അത് തിരഞ്ഞു കാണണ്ടല്ലോ, അപ്പോൾ അതിനും കൂടി വേണ്ടിയാണ് നമ്മളിത് കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അപ്പോൾ ചിലതൊന്നും നമ്മൾ തിരഞ്ഞു കാണാറേയില്ല, ആ മുന്നിൽ കണ്ടാൽ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. അപ്പോൾ കാണുമ്പോൾ നമുക്കതിനൊരു താല്പര്യം തോന്നും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോന്നിനോടും താല്പര്യം തോന്നുന്നത്, ഓരോ കൃഷിയൊക്കെ നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ ഇപ്പോൾ കുരുമുളക് നുള്ളുമ്പോൾ ഉണ്ടായിരുന്ന തിരികളാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ സമയത്തൊന്നും നമ്മളിത് വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതൊക്കെ നടാൻ ഏറ്റവും നല്ല സമയം വർഷം കൂടുന്ന സമയത്താണ്. എന്നാൽ ഇതിനെ നമ്മൾ കൂടുതലായിട്ട് പരിചരിക്കേണ്ടി വരില്ല, അത് വളർച്ചയുടെ കാലമാണ്. നമ്മൾ തൈകൾ കൊണ്ടുവച്ചാൽ മതി, നല്ല രീതിയിൽ വളർന്നോളും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു.
എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.